أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വിശ്വാസികളെ ബഹുമാനിയായ പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വൈകുന്നേര സമയം ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ ദീനെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കുന്ന രണ്ട് പാഠങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഷഹാദത്ത്, സാക്ഷ്യവചനം, പ്രാർത്ഥനകളുടെ കൂട്ടത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആമുഖമെന്നോണം ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച് ഇങ്ങനെ പോരുമ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് വുദൂ എടുത്തതിന് ശേഷം, നമസ്കരിക്കാനാകട്ടെ എല്ലാത്തതിനാകട്ടെ, വുദൂ എടുത്താൽ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതൊരു സാക്ഷ്യവചനമാണ്, ഇതൊരു പുകഴ്ത്തലാണ്, ഒരു മദ്ഹ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്. ഇതിനു ശേഷമാണ് നമ്മൾ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത് ഈ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സാക്ഷ്യവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നും അവന്
ശരീക്കുകൾ, പങ്കുകാരില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ആ വചനം. ഇത് നമ്മളോട് വുദൂഇന്റെ അവസാനത്തിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. ഇത് ചൊല്ലിയിട്ട് മരണപ്പെട്ട് പരലോകത്ത് വരുന്നവൻ, സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്, ആ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. അവൻ ഇഷ്ടമുള്ളതിലൂടെ അതിലൂടെ കടന്നു പോകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു എത്രയോ ഉന്നതനാണ്, എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് പോകാം, എങ്ങനെയെങ്കിലും പോകാമെന്നല്ല, ഇത് ചൊല്ലിയവന് 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. അതിലൂടെ ഏതിലൂടെയാണ് അവ ഉദ്ദേശിക്കുന്നത് അതിലൂടെ കടന്നു പോകാം. എത്ര വലിയ സൗഭാഗ്യം അല്ലേ? എന്തുകൊണ്ടാണ് ഇത് ചൊല്ലുന്നവന് ഇത് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിലൂടെ വുദൂ എടുക്കുന്നതിലൂടെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയാണ്. വുദൂ ചെയ്ത് ശുദ്ധിയാകുന്നതിലൂടെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് വരുമ്പോൾ പ്രഖ്യാപിക്കേണ്ട ഒന്നാമത്തെ പ്രഖ്യാപനം എന്താ? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ഷഹാദത്ത് കലിമയാണ്. നമ്മൾ 1-ാം ക്ലാസ്സിൽ മുതലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിയായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ വുദൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ ഇവിടെ പുതുക്കപ്പെടുകയാണ്. ഈമാനിന്റെ ഒരു പ്രഖ്യാപനമാണിത്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് വേറൊരാളുമില്ല, അവന് പങ്കുകാരില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്. ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമ്പോഴാണ് നമ്മൾ പരലോകത്ത് വരുമ്പോൾ 8 കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. എത്ര തവണ നമ്മൾ വുദൂ എടുക്കുന്നുണ്ട്, എത്ര തവണ നമ്മൾ വുദൂ. പലപ്പോഴും പല ആൾക്കാരും അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബിന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്ന് പ്രാർത്ഥിക്കും. അത് മാത്രം പോരാ. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാക്ഷ്യവചനം നമ്മൾ ചൊല്ലണം. അത് ചൊല്ലാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം എന്നല്ല പറയേണ്ടത്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാനുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ചെയ്തു തന്നിട്ടുള്ളത്. 8 കവാടവും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കണം, ഇൻഷാ അല്ലാഹ് അടുത്ത വുദൂ മുതൽ ഈ QHLS നമ്മുടെ പഠന ക്ലാസ് ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വിടാനല്ല നമ്മുടെ ക്ലാസ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടാനല്ല, മാർക്ക് നേടി സമ്മാനങ്ങൾ വാരിക്കൂട്ടാനല്ല നമ്മുടെ ക്ലാസ്. നമ്മുടെ ക്ലാസ് ജീവിതം, അതിൽ ഓരോ ആയത്തുകളും ഹദീസുകളും പ്രാർത്ഥനകളും കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി നാളെയുടെ പാരത്രിക ലോകത്തുള്ള അല്ലാഹുവിന്റെ വലിയ സമ്മാനമായ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാനുള്ളതാണ് നമ്മുടെ പഠന ക്ലാസ്. അപ്പോഴേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാനിത് ചൊല്ലും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വുദൂഇനെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ത്വാഹിരീൻ വജഅൽനാ മിൻ ഇബാദിക്കൽ മുതവക്കിലീൻ. എപ്പോഴും പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചു വന്നത് സൂറത്ത് ഹജ്ജാണ്. സൂറത്ത് ഹജ്ജിലെ ഏകദേശം നമ്മൾ ഒരു പേജ് കഴിഞ്ഞ് രണ്ടാമത്തെ
പിന്നെ പേജും കഴിഞ്ഞ് രണ്ടാമത്തെ പേജും കഴിഞ്ഞ് ഏകദേശം 16-ാമത്തെ ആയത്തിലേക്കാണ് ഇത് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. 15 ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓർക്കണം, നമ്മൾ വായിച്ചു നോക്കണം, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാഇ സുമ്മ യഖ്തഅ ഫൽയൻദുർ ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു സഹായവും അല്ലാഹുവിന്റെ ദീനിന് വരികയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരികയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചല്ലോ, മൻ കാന യദുന്നു അല്ല യൻസുറല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹുവിൽ നിന്ന് ഒരു സഹായവും വിജയവും വരികയില്ല എന്ന് ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും പരലോകത്തിലും ഒരു വിജയവും മുഹമ്മദ് നബിക്ക് ലഭിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാ സുമ്മ യഖ്തഅ, അവൻ മേൽക്കൂരയിൽ പോയിട്ട് അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ, ഒരു കയറ് കെട്ടിയിട്ട് അതിൽ പിന്നെ ആ കയറ് അവൻ മുറിച്ചു കളഞ്ഞിട്ട് അവൻ അതിൽ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം. അങ്ങനെയെങ്കിലും അവൻ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ എന്ന് അവൻ നോക്കട്ടെ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റൊരു വിശദീകരണം, ആകാശത്തിലേക്ക് കയറുകൾ ഉയർത്തിയിട്ട് ആ കയറിലൂടെ അവൻ കയറിപ്പോയിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ അടക്കട്ടവൻ. അങ്ങനെയെങ്കിലും അല്ലാഹുവിൽ നിന്നുള്ള സഹായം അവരൊന്ന് വരാൻ. അല്ലാഹു അക്ബർ. അപ്പോ അങ്ങനെയെങ്കിലും അവരുടെ ഉദ്ദേശങ്ങൾ ഒന്ന് നടക്കോ എന്ന് നോക്കാം എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു, ഒരിക്കലും അല്ലാഹുവിന്റെ ദീനിനെ ഇല്ലാതാക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ അല്ലാഹുവിൽ നിന്നുള്ള സഹായം, വിജയം ഫിദ്ദുനിയാ വൽആഖിറ, അത് തീർച്ചയായിട്ടും ദുനിയാവിലും ആഖിറത്തിലും ഈ ദീനുൽ ഇസ്ലാമിനായിരിക്കും. അന്തിമ വിജയം ഇസ്ലാമിനായിരിക്കും. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാമിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമായിരിക്കും അന്തിമ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഓരോ ആയത്തും അടുത്ത ആയത്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. അതിനു മുമ്പ്
4 വിഭാഗം ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വമിനന്നാസി 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 ഇങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാഫിറാണ്. കാഫിറിന്റെ സ്വഭാവങ്ങൾ അള്ളാഹു വിശദീകരിക്കുക. നാലാമത്തേതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ, അവന്റെ ജീവിതം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അപ്പോൾ ഇസ്ലാം ഇങ്ങനെ വളരുമ്പോൾ ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും പകയും ഇസ്ലാമിനെ ഇല്ലാതാക്കണം എന്ന മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകൾ വ്യാപകമായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി തൂങ്ങിച്ചത്തോട്ടെ, അള്ളാന്റെ ദീനിനെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് അടുത്തായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വകദാലിക അൻസൽനാഹു ആയാതിൻ ബയ്യിനാത് വഅന്നല്ലാഹ യഹ്ദി മൻ യുരീദ് വകദാലിക അൻസൽനാഹു ആയാതിൻ ബയ്യിനാത് വഅന്നല്ലാഹ യഹ്ദി മൻ യുരീദ് വകദാലിക അപ്രകാരം അൻസൽനാഹു ഇതിനെ നാം ഇറക്കിയിരിക്കുന്നു. ഇതിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശത്താണ് ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. ആയാത്തിൻ ലക്ഷ്യങ്ങളായ നിലക്ക്, അല്ലെ, ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട്, ബൈനാത്ത് വ്യക്തമായ, വഅന്നല്ലാഹ അല്ലാഹു ആണെന്നതിനാൽ, യഹ്ദി സന്മാർഗത്തിലാക്കുന്നു, മാർഗദർശനം നൽകുന്നു, മയ്യുരീദ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഖുർആൻ ഓതിയവർക്ക് മുഴുവൻ എന്തെയില്ല, ഹിദായത്ത് കിട്ടുകയില്ല. ഖുർആൻ കേട്ടവർക്ക് മുഴുവൻ എന്തെയില്ല, ഹിദായത്ത് കിട്ടുകയില്ല. ഖുർആൻ പഠിച്ചവർക്ക്, നമ്മളിപ്പോ എത്ര ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, അല്ലെ, ആയത്തോതി തഫ്സീർ പറയുന്നു, എനിക്ക് ഹിദായത്ത് കിട്ടോ ഇല്ലേ പറയാൻ പറ്റൂല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഖുർആൻ കേൾക്കുന്നു, പഠിക്കുന്നു, നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നു, അതിന്റെ പേരിൽ നമുക്ക് ഹിദായത്ത് കിട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, സത്യത്തിന്റെ ഉറവിടം, ദീൻ എന്നും വിജയിക്കും, അന്തിമ വിജയം ദീനിനായിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ട് തുടർന്ന് 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഈ ദീനിന്റെ ഉറവിടം, ദീന് നിങ്ങളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഹിദായത്തിന്റെ മാർഗം നിങ്ങൾക്ക് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. പക്ഷേ ഖുർആൻ ഓതിയത് കൊണ്ട്, ഖുർആൻ പഠിച്ചത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് കിട്ടണമെന്നില്ല. അത് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കുകയുള്ളൂ. പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിന് തഫ്സീർ നൽകി. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. വകദാലിക ലമ്മാ ഫസ്സൽനാ ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നൽകിയത് എന്ന്, ഖുർആൻ എന്തിനു വേണ്ടിയാണ് അല്ലാഹു നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. മാ ഫസ്സൽനാ, കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കി തന്നിട്ടുള്ളത്. ജഅൽനാഹു ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. വാദിഹാത്ത്, എങ്ങനെയുള്ള വ്യക്തമായ തെളിഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലുണ്ട്. ദാലിലാത്തിൻ അലാ ജമീഇൽ മത്വാലിബി, അല്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതിനെല്ലാം വഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ. വൽ മസാഇലിൻ നാഫിഅ, അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലെ, ഖുർആനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനെല്ലാത്തിനും ഒരു മാർഗദർശിനിയാണ് നമുക്ക് ഖുർആൻ. അല്ലെ, വ്യക്തമായ സ്പഷ്ടമായ ഒരു തെളിവാണ് ഖുർആൻ എന്നൊക്കെ വിശദീകരിച്ചിട്ട് ഈ ആയത്തിന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് വലാകിൻ അൽ ഹിദായ,
വലാകിനിൽ ഹിദായ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു, വിശദീകരിച്ചു തരുന്നു. വലാകിനിൽ ഹിദായ, എന്നാൽ ഹിദായത്ത് എന്നുള്ളത് ബിയദില്ലാ, അത് അല്ലാഹുവിന്റെ കൈകളിൽ നിന്ന് മാത്രമാണ്. ഫമൻ അറാദല്ലാഹു ഹിദായതഹു, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഇഖ്തദാ ബിഹാദൽ ഖുർആൻ, അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹിദായത്ത് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവിലൂടെ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഹിദായത്ത്. ആ ഹിദായത്ത് കൊടുക്കുന്നത് ഏതിലൂടെയാണ്? പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇഖ്തദാ ബിഹാദൽ ഖുർആൻ, ഈ ഖുർആനിലൂടെ, ഖുർആൻ മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും. വജഅലഹു ഇമാമൻ ലഹു, തീർച്ചയായിട്ടും ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഇമാമാക്കി അല്ലാഹു തന്നിരിക്കുകയാണ്, ഒരു നേതാവാക്കി തന്നിരിക്കുകയാണ്, ഒരു മാർഗദർശിയായി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാക്കി തന്നിരിക്കുകയാണ്. വഖുദുവതൻ, അതുപോലെ തന്നെ ഒരു മാതൃകയാണ് ഖുർആൻ, നമുക്കുള്ളൊരു വഴികാട്ടിയാണ്, നമുക്കുള്ളൊരു ഇമാമാണ്. നമ്മുടെ ഇമാം നാളെ ഖബറിൽ ചോദിക്കും, ഖബറിൽ ചെന്ന് കിടക്ക് 6 അടി മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. തസ്ബീഹുൻ ചൊല്ലിയിട്ട് കുടുംബക്കാരൊക്കെ തിരിച്ചു പോരും. കുടുംബക്കാരൊക്കെ തിരിച്ചു പോന്നാൽ 2 മലക്കുകൾ വന്ന് അവിടെ വിചാരണ ചെയ്യും. നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കും, നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കും. ആ കൂട്ടത്തിലുള്ള ചോദ്യമാണ് നിന്റെ ഇമാമാരാണ്, നിന്റെ ഇമാമാരാണ്. അവിടെ നമ്മൾ ഇമാം ഷാഫിയാണ്, ഹംബലിയാണ്, അഹ്മദ് ബിൻ ഹംബലാണ്, അബൂ ഹനീഫയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവിടെ നമ്മുടെ ഇമാം അല്ലാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരണം കൊടുത്തത്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വജഅലഹു ഇമാമൻ ലഹു, ഇത് നമുക്കൊരു ഇമാമാണ്, നമ്മുടെ നേതാവാണ്. അതുപോലെ തന്നെ വഖുദുവതൻ, നമുക്കുള്ളൊരു മാതൃകയാണ്. ഖുദുവതൻ നമ്മൾ പറയാറുണ്ട്, ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ഖുർആൻ നമുക്കൊരു മാതൃകയാകണം, ഖുർആൻ നമുക്കൊരു മാതൃകയാകണം. വസ്തദാ ബിനൂരിഹി, അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടുള്ള പിന്നെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു വെളിച്ചം കാണിക്കുന്ന ഒരു ഗ്രന്ഥമാകണം പരിശുദ്ധ ഖുർആൻ. എന്നാൽ വമല്ലം യുരിദില്ലാഹു ഹിദായതഹു, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകാതിരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഫലൗ ജാഅതുഹു കുല്ലു ആയ, എല്ലാ തെളിവുകൾ വന്നാലും, എത്ര അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും, മാ ആമന, അവൻ വിശ്വസിക്കുകയില്ല. മാ ആമന, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. വലം യൻഫഉൽ ഖുർആനു ശൈആ, യാതൊരു തരത്തിലും അവർക്ക് ഖുർആൻ ഉപകാരപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ എത്ര ഖുർആൻ കേട്ടിട്ടും കാര്യമില്ല. വലം യൻഫഉഹു ഖുർആനു ശൈആ, അവൻ ഖുർആൻ യാതൊരു തരത്തിലും ഒരു പ്രയോജനം അവൻ ഉണ്ടാവുകയില്ല. ബൽ യകൂനു ഹുജ്ജതൻ അലൈഹി, അല്ലേ? എത്ര കൃത്യമായിട്ടാണ് അത് അവന്റെ നേരെ തന്നെയാണ് തെളിവാക്കുക. അവന് എതിരായിട്ട് എന്ത് ചെയ്യും? അത് തെളിവായിട്ട് മാറും എന്ന് ഈ ആയത്തിന് പണ്ഡിതന്മാർ വിശദീകരണം വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുകയാണ്. അപ്പൊ നമ്മൾ ആകത്തുക അല്ലാഹുവിന്റെ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തണേ അല്ലാ. ചില പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ള തൗഫീഖ്, നേരിന്റെ ചൊവ്വായ വഴിയിലൂടെ നടക്കാനുള്ള തൗഫീഖ്, ഈ ഒരു ഇഹ്ദിന എന്ന പദത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ള തൗഫീഖ്. അത് വലിയ തൗഫീഖാണ്, അല്ലെ? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയുള്ളൂ. അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖാണ്, വലിയൊരു സൗഭാഗ്യം. അള്ളാഹു നമുക്ക് തരട്ടെ. അത് കിട്ടിയിട്ടില്ല എങ്കിൽ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഹിദായത്ത് കിട്ടിയിട്ടില്ല, ലോകത്ത് എത്ര വലിയ സൗഭാഗ്യങ്ങളും ആഡംബര ജീവിതവും എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. പാരത്രികം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു, പാപ്പരായി നമ്മൾ ജീവിക്കുന്നു. ഒരു സമ്പത്തുമില്ല, ഒരു അനുഗ്രഹമില്ല, ഒന്നുമില്ല. പ്രയാസ പ്രതിസന്ധികളുമായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം കിട്ടിയാൽ അത് മതി. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്ക് പരലോകത്ത് വിജയിക്കാൻ.
അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആ ഹിദായത്തിന്റെ പാത ഏതാണ്? നബിമാർ ജീവിച്ച, നബിമാർ നടന്ന ആദം നബി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ചൊല്ലണം. നമ്മൾ സലാത്ത് ചൊല്ലാതിരിക്കരുത്, അല്ലേ? സലാത്ത് പാടില്ല, അത് പാടില്ല, ഈ സലാത്ത് പാടില്ല, മറ്റേ സലാത്ത് പാടില്ല, ഈ സലാത്ത് നമുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പറയാനൊക്കെ ഉഷാറാ. പക്ഷേ നമ്മളെ ജീവിതത്തിൽ എന്തില്ല? സലാത്തില്ല. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ. അവൻ പ്രവാചകന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ അവൻ ബഖീലാണ്, അവൻ പിശുക്കനാണ്, അല്ലേ? അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ തൊട്ട് വിദൂരമാകട്ടെ. ആരാണവൻ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ആരാണ്? 3 പേരിൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഉള്ള സ്വലാത്ത് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. ശ്രദ്ധയോടെ സ്വലാത്ത് ചൊല്ലി പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരമാകട്ടെ. ആമീൻ എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അല്ലാഹു തള്ളിക്കളയാത്ത ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ വരെയുള്ള ആളുകൾ, ആദം നബി മുതൽ മുഹമ്മദ് റസൂലുള്ള വരെയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ, അവര് പിന്നെ നമുക്കറിയാം അമ്പിയാക്കന്മാർ ഹിദായത്തിന്റെ ഉന്നത ദർജയിൽപ്പെട്ടവരാണ്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അവിടേക്ക് എത്തൂല, നമ്മൾ ഇനി അവിടേക്ക് എത്തൂല. കാരണം ആ ഡോർ ക്ലോസ് ആയി, അമ്പിയാക്കന്മാരുടെ ഡോർ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിശ്രമിച്ചാൽ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഈ ദർജയിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4ൽ ഏതെങ്കിലും ഒരു ദർജയിൽ ഒന്നാമത്തെ ഡോർ ക്ലോസ് ആയി, ബാക്കിയുള്ള സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ടാകണം. ഇവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ, ഇവരാണ് ഹിദായത്ത് ലഭിച്ചവർ. അത് നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുള്ള വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സന്ദർഭത്തിനനുസരിച്ചൊക്കെ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹിദായത്ത് ലഭിച്ച ആളുകൾ ഇവരാണ്. എത്രയോ നല്ല കൂട്ടുകാരെന്നാണ് അല്ലാഹു അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, അല്ലേ? എന്നിട്ട് അല്ലാഹു സൂറത്ത് ഫാത്തിഹ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാണ് നീ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ആ ഹിദായത്ത് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, നീ ഞങ്ങൾക്ക് നൽകണേ. എന്നാൽ നിന്റെ ശാപകോപങ്ങൾക്കിരയായ വഴിപടച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ആരാണ് അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്കിരയായവർ? അൽ യഹൂദ്. അവർ യഹൂദികളാണ്. വഴിപടച്ചു പോയവർ ആരാ? നസറാക്കളാണ്. സ്വഹാബത്ത് ചോദിച്ചല്ലോ, അൽ യഹൂദ വന്നസാര. ഈ വഴിപടച്ചു പോയവരും അതുപോലെ തന്നെ ശാപകോപങ്ങൾക്കിരയായ ആളുകൾ, അല്ലാഹുവിന്റെ കോപത്തിനിരയായ ആളുകൾ, അൽ യഹൂദ വന്നസാര. നബിയെ, യഹൂദ നസറാക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ സുമ്മമൻ, അവരല്ലാതെ പിന്നെ ആരാണ്? എന്താണ് ഇവർ വഴികേടിലേക്ക് പോകാനുള്ള കാരണം? അല്ലാഹുവിന്റെ ലഅനത്തിന് വിധേയനാകാനുള്ള കാരണം? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഹക്ക് മനസ്സിലാക്കിയവരാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ ജീവിച്ചവരാണ്. അവർക്ക് ഇൽമുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തിൽ അമലില്ല. നേടിയ ഇൽമനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. എന്നാൽ നസറാക്കളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അവർക്ക് ഇൽമില്ല, എന്നാൽ അവരുടെ ജീവിതത്തിൽ അമലുണ്ട്, അല്ലേ? ഇൽമില്ലാതെ അമലുണ്ടായാൽ അവിടെയാണ് എന്ത് സംഭവിക്കുക? ശിർക്കും കുഫറും ബിദ്അത്തും ഒക്കെ സംഭവിക്കുന്നത് അപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ സംഭവിക്കുന്നു. എന്താ ബിദ്അത്ത് സംഭവിക്കാനുള്ള കാരണം? നമ്മളിൽ അമലില്ലാത്തത് കൊണ്ടാണ്? അല്ല, അമലുണ്ട്, പക്ഷെ ഇൽമില്ല. അതുകൊണ്ടാണ് നസറാക്കൾ വഴിപഴിച്ചു പോകാനുള്ള കാരണം. എന്നാൽ ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന, റബ്ബിസ്ദിനി ഇൽമൻ നാഫിഅ, അല്ലാഹുവേ, ഉപകാരപ്പെടുന്ന ഇൽമിനെ നീ എനിക്ക് പിന്നെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഇൽമ നീ എനിക്ക് ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു.
ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. എന്താണ് ഉപകാരപ്രദമായ ഇൽമ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നു. ഇപ്പൊ മൗലവി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലെ, ദിക്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാര്യം കേട്ട് നിങ്ങളത് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു 50-100 പേര് ആളുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് കേട്ടതനുസരിച്ച് നിങ്ങൾ അത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടി അല്ലെ. നിങ്ങൾ ചൊല്ലിയതിന്റെ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടി. ഒട്ടും തന്നെ കുറയാതെ അതിന്റെ കൂലി പറഞ്ഞു തന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സൂറത്ത് യാസീനിലും ആ കാര്യം പറയുന്നുണ്ട്. സൂറത്ത് യാസീനിലും ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിന്റെ സൂറത്ത് യാസീന്റെ ആമുഖത്തിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് ദഅവത്തിന്റെ പ്രാധാന്യം, അതാണ് ദഅവത്തിന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം. നിങ്ങളത് കൈമാറി, അങ്ങനെ മറ്റുള്ളവർ ഇവിടെ ഇല്ലാത്ത ഗായിബികൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ ചെയ്താൽ അവർക്ക് ആ കൂലി കിട്ടി, നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടി. അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തന്ന ഞങ്ങൾക്കും അതിന്റെ കൂലി കിട്ടി. ഇങ്ങനെ അത് കൈമാറിപ്പോയി. അതിനിടയ്ക്ക് ഞങ്ങളൊക്കെ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ചുപോയി. പക്ഷെ നമ്മൾ കൈമാറിയ ഇൽമ് വീണ്ടും കൈമാറപ്പെടുന്നു. എത്ര ആളുകളിലേക്കാണോ അത് കൈമാറപ്പെടുന്നത്, അതിന്റെ എല്ലാം കൂടി നാളെ ബർസഖിയായ ലോകത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ റെക്കോർഡിൽ അത് എഴുതിക്കൊണ്ടേയിരിക്കും നന്മയായി. അതാണ് നാഫിയായ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. പ്രധാനമായ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൽമുൻ നാഫിയ, അല്ലാഹുവേ ഉപകാരപ്രദമായ ഇൽമ്, ആ ഇൽമിനെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യപ്രദമായ അമല്. അല്ലാഹുവേ നീ സ്വീകരിക്കുന്ന അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഖുർആൻ പഠിപ്പിച്ചല്ലോ, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. നാളെ ചുട്ടെരിയുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരാണവർ? ഒരുപാട് അമലുകൾ ചെയ്ത് ക്ഷീണിച്ച ആളുകളാണവർ. فقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അവരുടെ കർമ്മങ്ങളെല്ലാം ചിതറിയ ധൂളികളെ പോലെ ഉപകാരമില്ലാത്ത കർമ്മങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കുമെന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യലല്ല, ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അതാണ് പ്രാർത്ഥന. അല്ലാഹുവേ ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. അതുപോലെ തന്നെ അല്ലാ സ്വീകരിക്കപ്പെടുന്ന അമലിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഇൽമും അമലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഹിദായത്ത് ലഭിച്ചവരുടെ പ്രത്യേകത. അല്ലാഹുവിന്റെ ലഅനത്തിന് വിധേയരായവർ, അവർക്ക് ഇൽമുണ്ട്, അമലില്ല. വഴിപറിച്ചു പോയവർക്ക് എന്തുണ്ട്? അവരുടെ ജീവിതത്തിൽ ഇൽമില്ല, അമലുണ്ട്. ഇത് രണ്ടും പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൽമും ഉണ്ടാകണം, അമലും ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. കാര്യങ്ങൾ അല്ലാഹുവിന്റെ കലാം കൃത്യമായി നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹിദായത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ, ഹിദായത്ത് ലഭിച്ചുകൊണ്ട് കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിക്കണം നിരന്തരമായി. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയുള്ളൂ. സൂറത്ത് സജദയിൽ അല്ലാഹു പഠിപ്പിച്ചല്ലോ, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും ഫദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ആളുകൾക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളത് ഭൂരിഭാഗം മനുഷ്യരെയും കൊണ്ട്, ഭൂരിഭാഗം ജിന്നുകളെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിറക്കുക തന്നെ ചെയ്യും.
നരകം നടക്കുക തന്നെ ചെയ്യും. നരകത്തിലേക്ക് കോടിക്കണക്കിന് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരക്കുകയാണ്. ഹലിം തലഅത്, നീ നിറഞ്ഞുവോ, നിനക്ക് മതിയായുവോ? നരകത്തിനോട് നാളെ ചോദിക്കുന്ന ചോദ്യമാണ് ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ പോരട്ടെ എന്ന് നരകം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുന്നുകൂട്ടി മനുഷ്യരെയും അതുപോലെ തന്നെ ജിന്നുകളെയും ഇട്ടുകൊണ്ട് നരകം നരക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അവരോട് പറയുകയാണ് ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, പരലോകം മറന്നവരെ, അല്ലാഹുവിന്റെ വിചാരണയെ മറന്നവരെ, അല്ലാഹുവിന്റെ കലാമിനെ മറന്നവരെ, അല്ലാഹുവിന്റെ മുന്നിൽ വരേണ്ടി വരുമെന്ന ആ ദിവസത്തെ കുറിച്ചുള്ള ചിന്തകളില്ലാത്തവരെ ആസ്വദിക്കടോ, അനുഭവിക്കടോ. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും ഫദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. എന്നെ നിങ്ങൾ മറന്നതിന്റെ പേരിൽ, നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ എന്നെ നിങ്ങൾ മറന്നതിന്റെ പേരിൽ ഇന്നാ നസീനാകും, ഇന്നിതാ നാം നിങ്ങളെ മറന്നിരിക്കുന്നു, അനുഭവിക്കടോ ഈ ശാശ്വതമായ ശിക്ഷ, നിങ്ങൾ അനുഭവിക്കടോ എന്ന് നരകവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു ചിന്ത ഇങ്ങനെ വരും, നമുക്കൊരു ചിന്ത വരും. എന്താ ചിന്ത? അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനപ്പോ പഠിക്കണത്, എന്തിനപ്പോ ക്ലാസ്സിൽ പോണത്, എന്തിനപ്പോ നിസ്കരിക്കണത്? അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ ചോദിക്കും, അള്ളാഹു എന്താ തീരുമാനിച്ചെന്ന് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നെ കുറിച്ച് അള്ളാഹു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു വിഷയം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹുവിന്റെ ഇൽമ് അത് വിശാലമാണ്, അതിന് ആദ്യമില്ല അവസാനമില്ല. എല്ലാ ഇൽമിന്റെയും ഉറവിടം അല്ലാഹുവാണ്. അത് ആയത്തുൽ കുർസിയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഇൽമു മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ വിശാലമായിട്ട് അറിയുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താകുന്നു അല്ലാഹ്ക്കറിയാം. അബൂലഹബിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? അബൂലഹബിനെ കുറിച്ച് നേരത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ സർട്ടിഫിക്കറ്റ്? സയസ്ലാ നാറൻ ദാത ലഹബ്. എന്തേ അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? വഴിയെ നരകത്തിലേക്കുള്ളവനാണ് എന്ന് അബൂലഹബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അബൂലഹബിനെ പടച്ചവനറിയാം, അബൂലഹബിന്റെ കൽബറിയാം, അബൂലഹബിന്റെ ചിന്തകൾ അറിയാം, അബൂലഹബിന്റെ ജീവിതത്തെ കുറിച്ചറിയാം, അബൂലഹബിന്റെ തീരുമാനങ്ങളെ കുറിച്ചറിയാം. ഒരിക്കലും അബൂലഹബ് നന്നാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ടാണ് അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബൂലഹബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയത്. അതുപോലെ തന്നെ എന്നെ കുറിച്ചറിയാം, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമുണ്ട്. നിങ്ങൾ എങ്ങനെയാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, എങ്ങോട്ടായിരിക്കും നിങ്ങളുടെ യാത്ര? ദുനിയാവിന്റെ പിന്നാലെയാണോ, പരലോകത്തിന്റെ പിന്നാലെയാണോ? അതെല്ലാം കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരൽപ്പം ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, അവരാണ് സ്വർഗ്ഗക്കാർ, ബാക്കി ഭൂരിഭാഗം ആളുകൾ നരകത്തിലേക്കുള്ളവരാണ്. അപ്പൊ നമ്മളെ കുറിച്ച് അല്ലാഹ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അല്ലാഹു അത് പറഞ്ഞത്. പക്ഷെ നമുക്കറിയില്ല, അല്ലാഹുവിന്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ചു, ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച് ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ പ്രായമാകുമ്പോൾ ചില ആളുകൾക്ക് ഒരു തോന്നല, എന്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്തക്ക് അങ്ങനെ മയക്കപ്പെടും, മരിക്കാൻ താല്പര്യമില്ല. ഇനിയും കുറച്ച് ആൾക്കാർ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നും, ഇനിയും ജീവിക്കണം, ഇനിയും കുറെ സമ്പാദിക്കണം, ഇല്ലേ? നമുക്കൊക്കെ ചിന്തയില്ലേ? അത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഇനിയും കുറെ സമ്പാദിക്കണം, എത്ര കിട്ടിയാലും ഒരു തൃപ്തിയില്ല, അല്ലെ? ഒരു
സംതൃപ്തിയില്ലാത്തൊരവസ്ഥ, അത് മനുഷ്യനെന്ത് ചെയ്യും? നാശത്തിലേക്ക് നയിക്കും. ഇങ്ങനെ ശരിയായ മുഅ്മിനായ അമൽ ചെയ്ത് ജീവിച്ച് അവസാനം മോശമായ പര്യവസാനം കൈവരിക്കുന്ന മനുഷ്യന്മാർ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇനി ചില ആളുകളുണ്ട് അവർ കാഫറായി ജീവിച്ച് അവസാനം എന്ത് ചെയ്യും? നന്നാകും അല്ലെ? അവസാനം ഇനി മരിക്കാറായല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിലേക്ക് വന്ന് അവർക്ക് പേടിയാകുന്നു. നാളെ പരലോകത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ആ ഒരു പേടി, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നാലുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, ഈമാനുള്ള ആളുകളായി ജീവിക്കുന്നു, നിസ്കാരം വർദ്ധിപ്പിക്കുന്നു, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ മോശമായ ജീവിതം കൈവരിച്ചിട്ട് അവസാനം നല്ല പര്യവസാനമുള്ള മനുഷ്യനായിട്ട് അവൻ മാറുന്നു. നേരത്തെ പറഞ്ഞവൻ നരകത്തിലേക്ക് പോകുമ്പോ രണ്ടാമത് പറഞ്ഞവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ച് അല്ലാഹു എന്താണ് തീരുമാനിച്ചു വെച്ചത് എന്ന് നമുക്കറിയില്ല. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. എന്നാണ് മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് മരിക്കോ നാളെ മരിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന അവസ്ഥ, അത് ഇന്നുണ്ടാകുമോ നാളെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ അടുത്താണ് ഇതെല്ലാം. മരണം, ഖബറ് ഇതെല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് കിട്ടിയ സമയങ്ങൾ നമ്മുടെ ജീവിതം വിജയിക്കണമെന്ന മനസ്സോടുകൂടി നമ്മൾ തീരുമാനിക്കുക, എനിക്ക് വിജയിക്കണം, എനിക്ക് ഹിദായത്ത് കിട്ടണം. അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂലഹബിന്റെ ചരിത്രം പഠിക്കുമ്പോ അബൂ താലിബിനും കൂടെ നമ്മൾ കേൾക്കണം. അബൂലഹബിന്റെ ചരിത്രം കേൾക്കുമ്പോ അബൂ താലിബിനെ കുറിച്ച് നമ്മൾ കേൾക്കണം. ആരാ അബൂ താലിബ്? രണ്ട് അളാപ്പാണ്. ബാപ്പാന്റെ സഹോദരങ്ങൾ അബൂലഹബും അബൂ താലിബും. അബ്ദുല്ലാന്റെ ബാപ്പ, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയുടെ സഹോദരങ്ങൾ അബൂലഹബും അബൂ താലിബും. രണ്ടുപേരും തമ്മിൽ പിന്നെ ആകാശം ഭൂമി തമ്മിൽ വ്യത്യാസമുണ്ട്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച് ദ്രോഹിച്ച് അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും പോകുന്ന വഴിയിലൊക്കെ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു നടക്കും. അബൂ താലിബ് അങ്ങനല്ല. ഖുർആൻ പഠിപ്പിച്ചല്ലോ, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ അലം യജിദ്ക യതീമൻ ഫആവാ. നീ ഒരു അനാഥനായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകി. അലം യജിദ്ക യതീമൻ ഫആവാ, നീ അനാഥനായിരുന്നു, നാം നിനക്ക് സംരക്ഷണം നൽകി. ആരിലൂടെയാണ് സംരക്ഷണം കൊടുത്തത്? വാപ്പയിലൂടെയാണോ? അല്ല. വാപ്പയില്ല, ജനിച്ചു വീഴുമ്പോ വാപ്പയില്ല. ഉമ്മയിലൂടെയാണോ? അല്ല. ഉമ്മ ഇതാ പിറ്റ വെച്ച് നടക്കാൻ പ്രായമായപ്പോ 5-6 വയസ്സായപ്പോ ഇതാ ഉമ്മയും മരണപ്പെടുന്നു. വെള്ളിപ്പയാണോ കൊടുത്തത്? അല്ല. വെള്ളിപ്പയും കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇതാ മരണപ്പെട്ടു പോകുന്നു. പിന്നെ ആരിലൂടെയാണ് സംരക്ഷണം കൊടുത്തത്? കാഫിറായി ജീവിച്ച് കാഫിറായി മരിച്ചുപോയ അബൂ താലിബിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുത്തത്. ഹിജറ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അബൂ താലിബിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. ഹിജറ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അബൂ താലിബിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. എത്രയോ തവണ ശത്രുക്കൾ വന്നിട്ട് അബൂ താലിബിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് അബൂ താലിബേ നീ മുഹമ്മദിന് സംരക്ഷണം കൊടുക്കുന്നത്? നമ്മുടെ കാരണവന്മാരെ തള്ളിക്കളയുന്ന, നമ്മുടെ വിശ്വാസങ്ങളെ എല്ലാം നിഷേധിക്കുന്ന, നമ്മുടെ ആരാധന്മാരെ എല്ലാം തള്ളിക്കളയുന്ന, പുച്ഛിക്കുന്ന ഈ മുഹമ്മദിന് എന്തിനാണ് നീ സംരക്ഷണം കൊടുക്കുന്നത് എന്ന് 1000 തവണ വന്നിട്ട് ഈ ശത്രുക്കൾ അബൂ താലിബിനോട് പറയുമ്പോൾ പോലും ആ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത അബൂ താലിബ്, ഖുർആൻ പറയുന്നു, അലം യജിദിക യതീമാ, നീ അനാഥനായിരുന്നു, അനാഥത്വത്തിന്റെ കൈപ്പതിയിൽ അനുഭവിച്ചവനായിരുന്നു, ബാപ്പയില്ലാതെ ഉമ്മയില്ലാതെ വളർന്നവനായിരുന്നു. ഫആവാ, നാം നിങ്ങൾക്ക് സംരക്ഷണം നൽകി. ആ സംരക്ഷണം അബൂ താലിബിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലടാപ്പാ. വാപ്പാന്റെ സഹോദരനോട് പറയാണ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മൻ ആഖിറ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ഹൃദയം കൊണ്ട് തസ്ദീഖൻ ബിഖൽബി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയിട്ട് ഒരാൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അബൂ താലിബിന്റെ വർത്തമാനം? മുഹമ്മദേ, നിന്റെ മതമാണ് ശരിയെന്ന് എനിക്കറിയാം, നീ പറയുന്നതാണ് ശരിയെന്ന് എനിക്കറിയാം, നിന്റെ വാദങ്ങളും ചർച്ചകളുമാണ് ഹക്ക് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അബൂജഹലിനെ പോലെയുള്ള, ഉത്ബത്തിനെ പോലെയുള്ള ഈ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങാനും പറയും ഈ ആളുകൾ, ഈ കുടുംബക്കാരും മറ്റുള്ളവരും നാട്ടുകാരും എന്റെ കാലശേഷം എന്നെ കുറിച്ച് പറയും, അവസാനം മുഹമ്മദിന്റെ മതം സ്വീകരിച്ചുകൊണ്ട് അബൂ താലിബ് പിഴച്ചുപോയി എന്ന് എന്നെ കുറിച്ച് പറയും. അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്റെ മതത്തിൽ നിന്നുകൊണ്ട്, എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞ് കാഫിറായി മരിച്ചു അബൂ താലിബ്. കാഫിറായി മരിച്ചു. സത്യം മനസ്സിലാക്കിയിട്ടും ഹക്ക് എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരിക്കലും അബൂ താലിബുമാരാകരുത് നമ്മള്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അബൂ താലിബുമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ ആകരുത് അല്ലേ? നമ്മൾ വിശ്വസിച്ചു പോരുന്ന വിശ്വാസം, നമ്മൾ ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അതൊക്കെ തെറ്റാണ്, ആഘോഷങ്ങൾ അതൊക്കെ ബിദ്അത്തുകളാണ്, അതെല്ലാം അബദ്ധങ്ങളാണ്, അതെല്ലാം നരകത്തിലേക്കുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും ഹക്കിന്റെ വഴി തിരിച്ചറിഞ്ഞിട്ടും ഹക്കിന്റെ വഴിയിലേക്ക് വരാത്തവരുണ്ട്. ആൾക്കാരെന്ത് പറയും, ഉമ്മെന്ത് പറയും, വാപ്പെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് തൗഹീദിന്റെ സുന്നത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാത്തവരുണ്ട്. അപ്പൊ അത് അബൂ താലിബിന്റെ ജീവിതമാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉമ്മയാണ് ചെയ്യാൻ പറയുന്നത്, ബാപ്പയാണ് ചെയ്യാൻ പറയുന്നത്, അത് നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. അങ്ങനെ ദീനിനെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ് സഹാബത്ത്. ഇതാ ചില ആളുകളുടെ ഉമ്മമാര് അവരിതാ പട്ടിണി കിടക്കുകയാണ്, അവർക്ക് വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല. മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ദീന്, നിങ്ങൾ ഇപ്പോൾ പുതുതായി സ്വീകരിച്ച ദീനുണ്ടല്ലോ, ആ ദീന് നിങ്ങൾ കൈയൊഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല. പട്ടിണി കിടന്ന് മരിക്കാൻ തയ്യാറായ ഉമ്മമാരോട് സഹാബത്തിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ആത്മാക്കൾ 100 ആത്മാക്കൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പടഞ്ഞ് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിട്ടുകൊണ്ട് യാതൊരു കളിയുമില്ല ഉമ്മ. ഇതാണ് നമ്മുടെ ജീവിതം, ഇതാണ് തൗഹീദിന്റെ മാർഗം, ഇതാണ് ഹിദായത്തിന്റെ മാർഗം. ഹക്ക് മനസ്സിലായാൽ ആ വഴിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ അബൂ താലിബ് മരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വേദന. പ്രവാചകൻ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, ഖുർആനിന്റെ വചനം ഓതി കൊടുക്കുന്നു. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ദീനാണ് ഹക്ക് എന്ന് പിന്നെ പ്രഖ്യാപിച്ചതിന്റെ പേരിലോ ഒന്നും ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല. ഖുർആൻ കേട്ടതിന്റെ പേരിൽ മാത്രം ഹിദായത്ത് കിട്ടുകയില്ല. പ്രവാചകന്റെ ജീവിതം കണ്ടതുകൊണ്ട് മാത്രം ഹിദായത്ത് കിട്ടുകയില്ല. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ QHLS പഠന ക്ലാസ്സിൽ ഇരിക്കുന്നവരെ, ആത്മാർത്ഥമായിട്ട് ഈ അനുഗ്രഹം എന്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും ഇത് നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഖുർആനെ കൊണ്ട് നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ കൊണ്ട് വിജയിച്ച ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുടെ ചരിത്രമുണ്ട്. ഏതുപോലെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഒരൊറ്റ ആയത്ത് കേട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഖുർആനിന്റെ ആയത്ത് കേട്ടുകൊണ്ട് ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിട്ട് മുഹമ്മദിന്റെ തല ഊരിയിട്ടല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു പ്രാവശ്യം കേട്ടപ്പോഴേക്കും ഹിദായത്ത് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്നത്, അല്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന
ആ സമയത്ത് ത്വഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ എന്ന സൂറത്തുൽ താഹയിലെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് നമുക്കറിയാം അദ്ദേഹം വാളൂരിയ രണ്ടാമത്തെ ശ്രദ്ധേയമായ സന്ദർഭം, രണ്ടാമത് ഊരിയതെന്നല്ല, ശ്രദ്ധേയമായ സന്ദർഭം. ആദ്യം ഊരിയത് എന്തിനാ? ആദ്യം ഊരിയത് എന്തിനാ? മുഹമ്മദിന്റെ തല അറുത്തിട്ടല്ലാതെ ഉരിയെടുത്തിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം നമുക്കറിയാം മുഹമ്മദ് റസൂൽ വഫാത്തായ ദിവസം എന്റെ റസൂൽ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ റസൂൽ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാനൂരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടെത്തിച്ചത് ഈ പരിശുദ്ധ ഖുർആനാണ്. ഇതുപോലെ തന്നെയാണ് എത്ര കേട്ടാലും, എത്ര തെളിവുകൾ നിരത്തിയാലും, എത്ര തെളിവ് കണ്ടെത്തിയാലും ഹിദായത്ത് ലഭിക്കാത്ത ആളുകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റവട്ടം കേട്ടിട്ടുള്ളൂ. മനസ്സിലായോ? ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റവട്ടം കേട്ടിട്ടുള്ളൂ. ഇത് ചില ആൾക്കാർ നേരെ വിപരീതമുണ്ട്, ഒരുപാട് കേട്ടിട്ട് ഹിദായത്ത് കിട്ടാത്തവരുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് ആര്? അബൂജഹൽ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബൂജഹൽ. ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ നീണ്ടുപോകും. മൂന്നാളുകൾ ആരൊക്കെയാണ്? അബൂജഹൽ ഇബ്നു ഹിഷാം, ബാബാ ജഹൽ ഇബ്നു ഹിഷാം, വൽ അഖ്നസ് ഇബ്നു ശുറൈഖ് ഇബ്നു അംർ ഇബ്നു വഹബ് അസ്ഖഫി, വൽ പിന്നെ അഖ്നസ് എന്ന മനുഷ്യൻ, അതുപോലെ തന്നെ ഹരീഫ് ഇബ്നു സുഹൈർ, അല്ലേ? പിന്നെ മൂന്നാളുകൾ ഖറജു ലൈലതൻ ലിയസ്തമിഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനെ കുറിച്ച് കേട്ടിട്ട്, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഖുർആൻ കേൾക്കണമെന്ന മനസ്സോടുകൂടി മൂന്നാളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. ആരൊക്കെയാണ് ആ മൂന്ന് പേര്? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അബൂ സുഫിയാൻ, രണ്ട് അബൂജഹൽ, മൂന്ന് അഖ്നസ്. മൂന്നും കാഫിറുകളാണ്. ഓർക്കണം നമ്മൾ. എന്തിനാ അവര് പുറപ്പെടുന്നത്? രാത്രിയിൽ അവർ പുറപ്പെടുകയാണ് തന്റെ വീട്ടിൽ നിന്ന്. ഖറജു ലൈലതൻ ലിയസ്തമിഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ആയത്തുകൾ ഓതിയിട്ട് ഈ ആളുകളെ കേൾപ്പിച്ചുകൊണ്ട്, ആയത്ത് കേട്ടവർ, ആയത്ത് മനസ്സിലാക്കിയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർ ഈ ദീനിൽ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഞങ്ങൾക്കൊന്ന് കേട്ടു നോക്കിയാലോ. മൂന്ന് പേര് ഒന്നിച്ചിരുന്നിട്ട് എടുത്ത തീരുമാനമല്ല കേട്ടോ. ഇവരും വീട്ടിന്റെ ഉള്ളിൽ എടുത്ത് വെച്ച് തീരുമാനം. അബൂജഹൽ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീരുമാനിക്കുക, ഒന്ന് കേട്ടു നോക്കിയാലോ ഖുർആനൊന്ന്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ അങ്ങനെ തീരുമാനിച്ചു. അഖ്നസും മറ്റൊരു ഭാഗത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? തീരുമാനിക്കും, ഇതൊന്ന് നമുക്കൊന്ന് കേട്ട്, ഇതെന്തൊരു അത്ഭുതകരം, എന്താണെന്ന് കേൾക്കുക. ഇത് കേൾക്കണവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ഹിദായത്ത് കിട്ടും, അവർ ദീനിലേക്ക് പോകുന്നു, ഇസ്ലാമിലേക്ക് പോകും, ആൾക്കാരിങ്ങനെ ഇസ്ലാമിലേക്ക് ഒഴുകുക. അപ്പൊ അതൊന്ന് കേട്ടു നോക്കിയാലോ. ഖറജു ലൈലതൻ ലിയസ്തമിഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ പുറപ്പെടുകയാണ് ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി. യാത്രയാണ്, ആരും കാണരുത്, അതിനു വേണ്ടിയാണല്ലോ. ഇരുട്ടത്തുകൂടെ അവർ പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരസ്പരം ആർക്കും അറിയുന്നില്ല. അബൂജഹലിനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്നില്ല, മറ്റുള്ളവരെ കുറിച്ച് അബൂജഹലിനും അറിയുന്നില്ല. മൂന്ന് ഭാഗങ്ങളിലായിട്ട് അവർ ഇതാ പ്രവാചകൻ രാത്രി നമസ്കാരത്തിൽ ഓതുന്ന ആയത്ത് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്. മറ്റൊരാൾ എവിടെയാണ് എന്ന് രണ്ടാമത്തെ ആൾക്കറിയില്ല. ഇതാണ് അവരുടെ അവസ്ഥ. അങ്ങനെ ആ രാത്രി മുഴുവൻ ഇതാ പ്രവാചകന്റെ ഖുർആൻ പാരായണം അവർ കേൾക്കുകയാണ്. ഖുർആൻ കേട്ടിട്ട് പോകാൻ അവർക്ക് തോന്നിയില്ല. ശ്രദ്ധിച്ചു കേട്ടോ ഉമ്മമാരെ, ശ്രദ്ധിച്ചു കേട്ടോ പാപ്പമാരെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ കേട്ടു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് തൗഫീഖാണ്, അല്ലാഹു നമുക്ക് നൽകട്ടെ.
ഉമർ റളിയല്ലാഹുവിന് ഹിദായത്ത് കിട്ടിയതുപോലെ ഹിദായത്ത് കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നജ്ജാശി രാജാവിന് തൗഹീദ് കിട്ടിയതുപോലെ ഹിദായത്ത് കിട്ടിയതുപോലെ ഹിദായത്ത് കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നജ്ജാശി രാജാവിന്റെ ചരിത്രവും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ 3 പേരും ഖുർആൻ കേട്ടിട്ട് അവർക്ക് പോകാൻ തോന്നുന്നില്ല. ഹത്താ ഇദാ തലഅൽ ഫജ്റു, പ്രഭാതം വരെ അവർ ഫജ്ർ വരെ ഇങ്ങനെ അവർ കേട്ടു. തഫറഖൂ, അങ്ങനെ അവർ പിരിഞ്ഞു പോവുകയാണ്. ഫജമഉ തരീഖ്, അങ്ങനെ പിരിഞ്ഞു പോകുന്ന വഴിയിലെത്തിയപ്പോ അവരിതാ കണ്ടുമുട്ടുന്നു. അപ്പോഴാ കാണുന്നത് ഇവരിങ്ങനെ വരുമ്പോ ആരും കണ്ടിട്ടില്ല, തീരുമാനിച്ചപ്പോൾ ആരും കണ്ടിട്ട് അറിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ റസൂലുള്ളാഹിന്റെ ഖുർആൻ കേട്ടിട്ട് തിരിഞ്ഞു പോകുമ്പോ അവർ പരസ്പരം വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഫതലാവമു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി. നീ എന്തിനപ്പത് വന്ന്, നീ എന്തിനാ വന്ന്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. വഖാല ബഅദുഹും ലിബഅദ് ലാ തഊദൂ, ഇത് ആവർത്തിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞു ഇനി ആവർത്തിക്കരുത്. അബൂജഹൽ മറ്റോരോട് പറഞ്ഞു, മറ്റൊരു അബൂജഹലിനോട് പറഞ്ഞു ഇനി നമ്മൾ വരാൻ പാടില്ല. പക്ഷെ ഖുർആനാണല്ലോ കേട്ടത്, ഖുർആനാണല്ലോ കേട്ടത്. അവർ തീരുമാനിച്ചു വരാൻ പാടില്ല. പക്ഷേ ഇതാ ഫലൗ റആകും ബഅദു സുഫഹാഇകും ലൗ കഅതും ഫീ നഫ്സി ശൈആ, ആ സമയമായപ്പോൾ അവർക്ക് വീണ്ടും അവർക്ക് മനസ്സിൽ സംശയം വരികയാണ്. സുമ്മൻസറഫു, അവർ അങ്ങനെ അവർ പിരിഞ്ഞുപോയി. ഹത്താ ഇദാ കാനത്തിൽ ലൈലത്തു സാനിയ, രണ്ടാമത്തെ രാത്രിയായപ്പോൾ, ഹത്താ ഇദാ കാനത്തിൽ ലൈലത്തു സാനിയ, അടുത്ത ദിവസം രാത്രിയായപ്പോൾ, ആദ കുല്ലു റജുലിൻ മിൻഹും ഇലാ മജ്ലിസി, ഇന്നലെ വന്നതുപോലെ അവർ രണ്ടാമത്തെ ദിവസവും ഈ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരികയാണ്. അത്ഭുതമേ അത്ഭുതം, അബൂജഹലിനെ പോലെയുള്ള ധിക്കാരികൾ ഖുർആൻ കേട്ടിട്ട് രണ്ടാമതും കേൾക്കാൻ വേണ്ടി അവർ വരികയാണ്. ആദ കുല്ലു റജുലിൻ മിൻഹും ഇലാ മജ്ലിസി, രണ്ടാമത്തെ ദിവസവും വന്നിട്ട് അവർ ഇന്നലെ ഇരുന്നതുപോലെ ഇരുന്നു. ഫബാതു യസ്തമിഊന ലഹു, അവർ മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് രാത്രിയിൽ നമസ്കരിക്കുകയാണ്, ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുകയാണ്. ഫബാതു യസ്തമിഊന ലഹു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ വീടിന്റെ പുറത്തിരുന്നവർ കേൾക്കുകയാണ്. ഹത്താ ഇദാ തലഅൽ ഫജ്റു തഫറഖൂ, രണ്ടാമത്തെ ദിവസവും അത് തന്നെ ആവർത്തിക്കുകയാണ്. അന്നും അവർ തീരുമാനിച്ചു ഇത് ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ല. ഏതായാലും സംഭവിച്ചു, ഇനി ഇത് സംഭവിക്കാൻ പാടില്ല. സുമ്മൻ സറഫു, അവർ പിരിഞ്ഞുപോയി. ഹത്താ ഇദാ കാനത്തിൽ ലൈലത്തു സാലിസ, ഇത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന ചരിത്രാട്ടോ അല്ലേ. മൂന്നാമത്തെ ദിവസമായപ്പോ കേൾക്കണം അല്ലാഹുവിന്റെ കലാമാണല്ലോ, കേൾക്കണം എന്നവർക്ക് തോന്നി. അവർ വീണ്ടും വന്നു. അവർ ഫബാതു യസ്തമിഊന ലഹു, അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. മൂന്നാമത്തെ ദിവസവും പിരിഞ്ഞുപോയി ഈ രൂപത്തിൽ, ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കാണാം സുമ്മൻ സറഫൽ അഖ്ലസ് ഇബ്നു ശുറൈഖ്, അങ്ങനെ 3 പേരും തിരിച്ചുപോയി. ഹത്താ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഫീ ബൈതിഹി, അബൂ സുഫിയാൻ പിരിഞ്ഞുപോയി, അഖ്ലസ് തിരിഞ്ഞുപോയി. അങ്ങനെ അഖ്ലസ് ഇദാ അവസാനം വഖാല ലഹു യാ അബാ ഹംദല മാ റഅയ്ക ഫീമാ സമിഅത മിൻ മുഹമ്മദ്. ഒരു ദിവസം ഈ അഖ്ലസ് അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അഖ്ലസ് എത്തിയിട്ട് സുമ്മൻ സറഫൽ അഖ്ലസ് ഇബ്നു ശുറൈഖ് ഹത്താ അതാ അബാ സുഫിയാൻ ഇബ്നു ഹർബ് ഫീ ബൈതിഹി, അഖ്ലസ് അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് വന്നിട്ട് അബൂ സുഫിയാനോട് ചോദിക്കുകയാണ് യാ അബാ ഹംദല, ഹംദല എന്ന പേരുണ്ട് ആർക്ക്? അബൂ സുഫിയാനോട്. ഏ ഹംദല, മാ റഅയ്ക ഫീമാ സമിഅത മിൻ മുഹമ്മദ്, നിന്റെ അഭിപ്രായം എന്താ? മുഹമ്മദിൽ നിന്ന് ഖുർആൻ കേട്ടല്ലോ, 3 ദിവസം ഖുർആൻ കേട്ടല്ലോ, എന്താ നിന്റെ അഭിപ്രായം? ഫഖാല അബൂ സുഫിയാൻ ബഅദുഹു അറഫതു വബഅദുഹു മാ അറഫതു, ചിലതൊക്കെ എനിക്ക് മനസ്സിലായി, ചിലതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഫഖാല അഖ്ലസ്, അബൂ സുഫിയാന്റെ മറുപടി അങ്ങനെ, കുറൊക്കെ എനിക്ക് മനസ്സിലായി, കുറൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഫഖാല അഖ്ലസ്, അഖ്ലസിന്റെ വർത്താനം എന്താ? വാന കദാലിക്, ഞാനും അപ്രകാരം തന്നെയാണ്, ഞാൻ അതുപോലെ. സുമ്മൻ സറഫാനു, അങ്ങനെ അവർ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. ഹത്താ അതാ അബൂ ജഹൽ ഇബ്നു ഹിഷാം, നേരെ പോയത് എവിടേക്കാ? അബൂ ജഹലിന്റെ അടുക്കലേക്കാ. ഫഖാല ലഹു യാ അബൽ ഹകം, ഏ ഹക്കമിന്റെ വാപ്പ, മാ റഅയ്ക ഫീമാ സമിഅത മിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഫഖാല അബൂ ജഹൽ തനാസഅനാ നഹ്നു വബ്നു അബ്ദു മനാഫ് ബിൻ ശറഫ് അത്അമഹു വഅത്അംനാ വഹമലു ഫഹമൽനാ ഹത്താ ഇദാ തകഫഅനാ അല റുക്ബാൻ ഖാലു മിന്നാ നബിയ്യുൻ യാതിൽ വഹു മിനസ് സമാ ഫഅയ്യു ശൈഇൻ നുദ്രികു ബിഹി ഹാദിഹി വല്ലാഹി ലാ നുഅ്മിനു ബിഹി അബദാ. ഇതാ നമുക്കറിയാം, ചരിത്രം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്.
ആദ്യം പറഞ്ഞ അഹ്റസ് ആകട്ടെ, അതുപോലെ തന്നെ അബൂ സുഫിയാൻ ആകട്ടെ, അവർ പറഞ്ഞ മറുപടി കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ മനസ്സിലായിട്ടില്ല എന്നതാണ്. എന്നാൽ അബൂജഹലിന്റെ മറുപടി അങ്ങനെയല്ല. അബൂജഹലിന്റെ മറുപടി അങ്ങനെയല്ല. അബൂജഹല് സത്യം മനസ്സിലാക്കിയതാണ്. 3 ദിവസം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് സത്യം മനസ്സിലായി. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നില്ലല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ മുഹമ്മദ് വന്നില്ലല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലല്ലോ ഈ പ്രവാചകൻ വന്നത്. ഞങ്ങളുടെ കുടുംബത്തിലായിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലല്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും അവനെ വിശ്വസിക്കുകയില്ല. അബൂജഹലിന്റെ പ്രശ്നം അതാ. അബൂജഹലിന്റെ പ്രശ്നം അതാ. എന്റെ കുടുംബത്തിൽ വന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ വന്നില്ല. ഞങ്ങളുടെ കുടുംബം വേറെയാണ്, മുഹമ്മദിന്റെ കുടുംബം വേറെയാണ്. പ്രവാചകൻ വേറൊരു കുടുംബത്തിൽ വന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുകയില്ല. അഹങ്കരിച്ച് പിന്നെ ഹിദായത്ത് കിട്ടാതെ പഴച്ചുപോയ അബൂജഹല് യാതൊരു സംശയമില്ല നാളെ കത്തിച്ചൊലിക്കുന്ന നരകയുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തവണയെ കേട്ടിട്ടുള്ളൂ, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു. അബൂജഹൽ അങ്ങനെയല്ല, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഖുർആൻ, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഖുർആൻ. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വരെ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നല്ല. പഠിക്കണം നമ്മള്. ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്തിലേക്ക് വരാൻ കാരണമായ ആയത്തുണ്ടല്ലോ, അത് കേട്ടത് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്നല്ല. എന്നാൽ അബൂജഹൽ കേട്ടത് 3 രാത്രിയിൽ ഒളിഞ്ഞിരുന്നു പോയിട്ട് റസൂലുള്ളാഹിന്റെ നാവിലൂടെ വരുന്ന ആയത്തുകളാണ് കേട്ടത്. പക്ഷെ അഹങ്കാരം സമ്മതിച്ചില്ല, ഹിദായത്തിലേക്ക് കടന്നു വന്നില്ല, വഴിപിഴച്ചു പോയി, ഹിദായത്ത് ലഭിക്കാതെ മരിച്ചുപോയ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഈ ഖുർആൻ ഇങ്ങനെയാണ്, ചില ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉണ്ടാവുക, നമ്മളെ കുറിച്ച് നമ്മൾ സ്വയം ഒരു വിചാരണ നടത്തണം. ഇതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാനായ നജ്ജാശി രാജാവാണ്. നജ്ജാശി രാജാവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരാണ് നജ്ജാശി രാജാവ്? നജ്ജാശി രാജാവ് മരിച്ച വിവരം അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിച്ചത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചത് നജ്ജാശി രാജാവിന്റെ മയ്യത്താണ്. ലമ്മാ ഊദിയൽ മുസ്ലിമൂന ഫി മക്ക, മുസ്ലിങ്ങൾ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂജഹലിനെ പോലെയുള്ള, ഉത്ബത്തിനെ പോലെയുള്ള, ശൈബത്തിനെ പോലെയുള്ള ആളുകൾ മുസ്ലിം ഉമ്മത്തിനെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയപ്പോ അബസീനിയയിലേക്ക് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അനുവാദം കൊടുത്തു. സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് അബസീനിയയിലേക്ക് പോകാൻ, ഹബശയിലേക്ക് പോകാൻ വേണ്ടി പ്രവാചകൻ അനുവാദം കൊടുത്തപ്പോ ഫഇന്ന ഫിഹാ മലികൻ ആദിലൻ ലാ യുദ്ലമു ഇൻദഹു അഹദുൻ, അവിടത്തെ രാജാവ് ശത്രുപക്ഷത്താണെങ്കിലും കാഫിറാണെങ്കിലും നീതിമാനാണ്. ആരെ കുറിച്ചാ പറയുന്നത്? നജ്ജാശി രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരാളെയും ലാ യുദ്ലമു ഇൻദഹു അഹദുൻ, ഒരാളെയും ആക്രമിക്കപ്പെടുകയില്ല. ഒരാളെയും നജ്ജാശി രാജാവ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരാളെയും പിന്നെ ഒരിക്കലും ആക്രമിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, പോയിക്കോ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഹബശയിലേക്ക് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആളുകൾ പോയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ അംർ ഇബ്നുൽ ആസ് ഇല നജ്ജാശി, അംർ ഇബ്നുൽ ആസ് വരികയാണ്. അംർ ഇബ്നുൽ ആസ് ആരാ? അംർ ഇബ്നുൽ ആസ് ആരാ? അംർ ഇബ്നുൽ ആസ് ശത്രുപക്ഷത്തുള്ളവനാണ്. ഇല നജ്ജാശി, നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് വന്നിട്ട് യത്ലുബു മിൻഹു അൻ യുസല്ലിമ ഇലൈഹിൽ മുസ്ലിമീൻ, ഞാൻ വന്നത് മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനാണ്. ഞാൻ വന്നത് മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഈ ഹബശയിലേക്ക് വന്നിട്ട് അഭയം പ്രാപിച്ചിട്ടുണ്ട്, അവരെ കൊണ്ടുപോകാനാണ്, അതിനുവേണ്ടി ആവശ്യപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവരുടെ പ്രത്യേകത എന്താ? താങ്കളുടെ നാട്ടിലേക്ക് വന്ന പിന്നെ ആളുകളുടെ പ്രത്യേകത എന്താ? അവരുടെ മതം വിട്ടവരാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഗോത്രങ്ങളെ വിഭജിച്ചവരാണ്, ഭിന്നമാക്കിയവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ തിരിച്ചയക്കണമെന്ന് നജ്ജാശി രാജാവിനോട് പറഞ്ഞു. അല്ലെ, ആ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവരുടെ അന്ന് അബസീനിയയിലേക്ക് പോയ ആൾക്കാരുടെ നേതാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നജ്ജാശി രാജാവ് പിന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഫഖാല ജഅഫർ റളിയല്ലാഹു അൻഹു
കുന്നാ ഖൗമൻ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു, വിജ്ഞാനമില്ലാത്തവരായിരുന്നു, ഒന്നും അറിയാത്തവരായിരുന്നു, വെളിച്ചമില്ലാത്തവരായിരുന്നു, ദലാലത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജീവിച്ചവരായിരുന്നു. ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലാ, ഞങ്ങളിലേക്ക് പ്രവാചകൻ വരുന്നത് വരെ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി വന്നു, ഞങ്ങൾക്ക് ഇതാ ഖുർആൻ ലഭിച്ചു. ഫഖറഅ ജഅഫറുൻ, ജഅഫർ ഇതാ ആ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഇതാ ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ ഹിദായത്ത് ലഭിച്ച സന്മാർഗത്തിലേക്ക് വന്ന ആ ഒരു ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞിട്ട് നജാശി രാജാവിന്റെ മുമ്പിൽ ഓതി കൊടുക്കുകയാണ്. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സൂറത്തുൽ മറിയമിന്റെ ആദ്യ വചനങ്ങൾ ഇതാ നജാശി രാജാവിന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുന്നു. ആ നജാശി രാജാവ് കാഫിറാണ്. ആ സമയത്ത് കുഫ്റിലാണുള്ളത്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നിട്ടില്ല. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോ നജാശി രാജാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുകയാണ്. അങ്ങനെ നജാശി രാജാവ് ഈ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാദാ തഖൂലുന ഫീ ഈസാ, ഈസയെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈസയെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? എന്താണ് ജഅഫറെ നിനക്ക് പറയാനുള്ളത്? ഖാല ജഅഫർ, മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് വറസൂലു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്, വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ്, വകലിമത്തു, അല്ലാഹുവിന്റെ വചനമാണ്. ഇതാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മറുപടി. ഫഅഖദ നജാശി ഊദാ, അങ്ങനെ നജാശി രാജാവ് ഒരു ചില്ലെടുക്കുകയാണ്. വഖാല മാ സാദ ഈസ അലാ ഹാദാ മിസ്ല ഹാദാ, ഈ ചില്ല് പോലെ തന്നെയാണ്, ഈ ചില്ല് പോലെ തന്നെയാണ് താങ്കൾ പറഞ്ഞ മറുപടി. ഈസയെ കുറിച്ച് എന്താണോ താങ്കൾ പറഞ്ഞത് അതിലൊരിക്കലും ബാത്തിലില്ല, അതിലൊരിക്കലും കളവില്ല. ഈസയെ കുറിച്ച് താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് മഹാനായ നജാശി രാജാവ് പ്രഖ്യാപിക്കുകയാണ്. വഖാല മാ സാദ ഈസ അലാ ഹാദാ മിസ്ല ഹാദാ. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഖുർആൻ കേട്ടിട്ട് നജാശി രാജാവ് ഇസ്ലാമിലേക്ക് വരികയാണ്. ആമന നജാശി ബില്ലാഹി വറസൂലി സിർറൻ, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. കാരണം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി സമൂഹത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്രമവും അനീതിയും ഇഷ്ടപ്പെടാത്ത ഒരു രാജാവ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചപ്പുറത്ത് ഹബശയിൽ എന്തുണ്ട്, ഒരു നല്ലൊരു രാജാവുണ്ട്, മുസ്ലിം ഒന്നല്ല, മുഅ്മിനൊന്നല്ല, പോയിക്കോ, അവിടെ പോയ സമാധാനം കിട്ടി. ഈ കല്ലേറും മൂക്കുവിളിയും തൊഴിലൊന്നുമില്ല അല്ലെ. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തു, രഹസ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഈമാനിന്റെ ഒരു കത്ത് നജാശി രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയും അവിടെ അഭയം തേടി വന്ന ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് നജാശി രാജാവ് ചെയ്തു അഭയം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഫലമ്മാ മാത നജാശി അഖബറ ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഫസല്ല അലൈഹി സ്വലാത്തുൽ ഗായിബ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് വിവരം അറിയിച്ചത്. നമ്മളെപ്പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ലല്ലോ, ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിവരം അറിയണ്ടേ? കത്തയച്ചിട്ട് എന്ത് കിട്ടാനാ അല്ലെ? കത്തയച്ചിട്ട് എന്ത് കിട്ടാനാ? ഏതെങ്കിലും ഒരു ദൂതനൊക്കെ എത്തിയിട്ട് വേണ്ടേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, അള്ളാന്റെ ഹിദായത്ത് കൊടുക്കുന്ന വഴി നമ്മൾ പരിശോധിക്കണം. ഖുർആൻ കേട്ടുകൊണ്ട് ഹിദായത്തിലേക്ക് ഒരൊറ്റ പ്രാവശ്യം കേട്ടുകൊണ്ട് കടന്നു വന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് ഖുർആൻ കൊണ്ട് ചില ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കും. അബൂജഹൽ ഹിദായത്തിലേക്ക് വന്നില്ല, കാഫിറായി ധിക്കാരിയായി മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഹിദായത്ത് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോ. ഇത് പ്രധാനമുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ വന്നിരുന്നു എന്നതിന്റെ പേരിൽ ഒന്നും നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഹിദായത്തിന്റെ വഴിയിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു നമുക്കെല്ലാം
എല്ലാം അതിന് പ്രധാനം ചെറിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ശിർക്കുകൾ, കുഫറുകൾ, ബിദ്അത്തുകൾ എല്ലാം അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ വാപ്പമാർ രോഗശൈലിയിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളാക്കണേ അല്ലാഹ്, മുസ്ലിമീങ്ങളാക്കണേ അല്ലാഹ്, മുവഹ്ഹിദീങ്ങളാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവിൽ മക്കളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി നീ അവരെ മാറ്റണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ തടയപ്പെടുന്ന ഏതെല്ലാം ദുഷിച്ച പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അനുഗ്രഹിക്കണം അല്ലാഹ്. പാപികളാണ് അല്ലാഹ്, പാപങ്ങൾ പൊറുക്കുന്നവൻ നീ മാത്രമാണ് അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നിന്നോട് മാത്രമേ പറയാനുള്ളൂ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ അർഹംഹും. اللهم اغفر لهم ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم توفنا مسلما وألحقنا بالصالحين. اللهم ربنا هب لنا. اللهم ربنا تقبل منا من دعائنا وصيامنا وقيامنا وصلاتنا وكل من أعمال صالحاتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.